നമുക്കിന്നിവിടെ ഒരു കോഴിക്കട്ട ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മുടെ കോഴിക്കട്ട ശനിയാണേ. കോഴിക്കട്ട ശനിക്ക് നമുക്ക് 40-ാം വെള്ളി കഴിഞ്ഞിട്ടുള്ള ശനിയാണ് കോഴിക്കട്ട ശനി. അപ്പോൾ ആ കോഴിക്കട്ട ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാനിവിടെ വെല്ലം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങയും കൂടി ഇട്ട് നമുക്കിതിനെ ഒന്ന് വരട്ടിയെടുക്കാം. കോഴിക്കട്ടയുടെ അകത്ത് വെക്കുന്ന ആ വെല്ലം നമുക്ക് ഉരുക്കി ഇതിൽ നമുക്ക് പറ്റിച്ചെടുക്കാം. നല്ല ജീരകം കുറച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ കൂടിയുള്ള ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി ഇച്ചിരി തണുക്കാൻ വേണ്ടി നമുക്ക് വെച്ചിട്ട് അരിപ്പൊടി നമുക്ക് കുഴയ്ക്കാം. ഇഡ്ഡലിക്കുട്ടക അടുപ്പത്ത് വെക്കാം. തട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് പൊടിക്ക് ആവശ്യത്തിനുള്ള രുചിക്ക് ആവശ്യകരമായ ഉപ്പിട്ട് കൊടുക്കാം. തിളച്ച വെള്ളം ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം കുറച്ച് ഒഴിച്ച് നമുക്ക് ഇളക്കി കൂട്ടാവേ. ഇത് വെള്ളം തിളപ്പിച്ച് പൊടി അങ്ങോട്ടിട്ടും ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ തിളപ്പിച്ച വെള്ളം ഞാൻ ഇങ്ങനെ ഒഴിച്ച് പാകത്തിന് അങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാൻ മതിയല്ലോ. നമ്മുടെ റേഷൻ പച്ചരിയും കൊണ്ട് നമ്മൾ തന്നെ അരി കുതിർത്ത് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്ത പൊടിയാണ്. അപ്പോൾ നമ്മൾ കുഴച്ച് പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ട ഉരുട്ടാം. ഉണ്ട ഉണ്ടാക്കാം. കുറച്ചെടുത്തു. നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുത്തു. കോഴിക്കട്ട ശനി എന്ന് പറഞ്ഞാൽ 40-ാം വെള്ളിയാഴ്ചയുടെ പിറ്റേ ദിവസം വരുന്ന ശനിയാഴ്ചയാണ് കേട്ടോ. ഈ കോഴിക്കട്ട ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം പറയുന്നത് ലാസറിനെ ഉയർപ്പിച്ച ഈശോ 4 ദിവസം കഴിഞ്ഞ് ഈശോ ലാസറിനെ ഉയർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ലാസറിൻ്റെ സഹോദരിമാരായ മർത്തയും മറിയയ്ക്കും സന്തോഷത്തിൻ്റെ ഇതിൽ അവരുണ്ടാക്കിയ ഒരു മധുര പലഹാരത്തിൻ്റെ ഓർമ്മ ദിവസമാണ് അങ്ങൂടിയാണ് പറയുന്നത്. അപ്പം 40-ാം വെള്ളി കഴിഞ്ഞ അടുത്ത ദിവസം ശനിയാഴ്ചയാണ് ഈ കോഴിക്കോട്ട ശനിയെന്ന് നമ്മൾ ആചരിക്കുന്നത്. ക്രിസ്ത്യൻസ് എല്ലാം ആചരിക്കുന്ന ഒരു ഇതാണ് ഓശാന ഞായറാഴ്ചയുടെ തലേ ദിവസത്തെ ശനിയാഴ്ച. അതാണ് കോഴിക്കോട്ട ശനി എന്ന് പറയുന്നത്. ഇനി ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നമ്മുടെ കോഴിക്കട്ട എടുക്കാം. കോഴിക്കട്ട എന്തോ നോക്കാം. എല്ലാം വെന്തു. അപ്പം നമുക്ക് ഒരെണ്ണം എടുത്ത് മുറിച്ച് നോക്കണം. കണ്ടോ? ആയി. അപ്പം നമ്മുടെ കോഴിക്കട്ട എല്ലാം റെഡിയായി. എല്ലാവർക്കും കോഴിക്കട്ട ശനി ആശംസകൾ.